ഹലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഷൂവിൻ്റെ അകത്ത് എന്തിനാ കയറി കേട്ടാ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയിട്ട് അവിടെ നേരെ തിരൂരേക്ക് ഇപ്പം ഈ രാവിലെ തന്നെ നമ്മൾ പോവുകയാണ്. അവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഉടനെ ഒന്നും വീട്ടിലോട്ട് പോക്ക് നടക്കത്തില്ല. വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് റൂമിലെത്തട്ടെ. കാർ ഇവിടെ കിടപ്പുണ്ട്. ആളെവിടെയാണെന്ന് അറിയാൻ വയ്യ. സുഹൃത്തുക്കളെ, നമ്മളെ റൂമിലെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് എല്ലാം ചടപടയായിരിക്കണം. ചടപടയെന്നായിരിക്കണം എല്ലാം. പട്ടപട്ട കുളിച്ച് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഒന്ന് ഷേവ് ചെയ്യണം. ഓക്കെ, നേരെ തിരൂരേക്ക്. ഓക്കെ, നമുക്ക് രാവിലത്തെ ഭക്ഷണം എത്തി. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വലിയ സമീചനം എത്തിയില്ലേ? സാഹചര്യം വന്നു പരിപാടി എന്താണ്? കഥ നോക്കാത്ത ഇല്ലടാ, ഞാൻ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരു 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഉച്ച വരൂലേ? റംജുന് വരൂലേ? നിങ്ങൾ വരൂലേ? പിന്നെ നീ വരൂലേ? ഞാൻ കോയമ്പത്തൂരില്ല. ഇല്ലേ? ബാഗ് വണ്ടി കയറ്റി വെക്കട്ടാ. ബാഗ് വണ്ടി കയറ്റി വെച്ചു. അലക്കാനുള്ള തുണി എടുത്തിട്ട് വീട്ടിൽ ഇടുക. അല്ലാത്ത ബാഗ് ഇതിനകത്ത് വെച്ചോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ പൂരിയുണ്ട്, മുട്ടയുണ്ട്, കടലക്കറി, പിന്നെ ഇതെന്തിടാ, ഇതെന്തൊരു കുറുമയാണല്ലേ? കുറുമയാണ്. പിന്നെ പുട്ടുണ്ട്. പുട്ടും ഉപ്പും. അപ്പോൾ നമ്മളിവിടുത്തെ റൂമിലെ അവസാനത്തെ ദിവസമാണ്. നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. 8:25 9:30 ട്രെയിൻ. നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറാൻ വന്ന ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ആലുവയിലേക്ക് ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങി. ആയോ? ഓക്കെ, ഇറങ്ങുമല്ലേ ചേട്ടാ? ആലുവ നമ്മൾ അങ്ങ് വരൂലേ? പാലക്കാട്? അടിപൊളി. എത്തിയേക്കാം. പാലക്കാടിനില്ല. അല്ല, പാലക്കാടിലല്ലോ. തിരൂരെത്തൂലേ? ഇല്ല. അപ്പൊ ഇനി അടുത്ത വർക്കിനാണോ? ശരി, ഓക്കെ, ബൈ, ടാറ്റാ. ചേട്ടാ കഴുത്ത് ഇഞ്ചുറി ആയിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇപ്പം നമ്മൾ പോകുന്ന വർക്കിനില്ല. അടുത്ത ഏതെങ്കിലും സെറ്റിൽ വെച്ച് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്കമാലി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ട്രെയിൻ കിട്ടിയില്ല. സമയത്തിന് ട്രെയിനില്ല. അപ്പോൾ നമ്മൾ 9:30 മണിക്ക് ഒരു ബസ്സുണ്ട്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ്. സംസാരം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് നല്ല ക്ഷീണമുണ്ട്. അതാണ് അങ്കമാലി സ്റ്റാൻഡ്. മൊത്തം എടുത്ത് കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വയ്യ. ബസ് വരട്ടെ. ഉള്ള സീറ്റ് പിടിച്ചോ, കയറിക്കും. ശരി എന്നാ. വെള്ളം വേണോടാ, വെള്ളം മേടിച്ചിട്ടോ. സീറ്റ് ഞാൻ പിടിച്ചിട്ടേക്കാം. എന്താ സീറ്റുണ്ടോ? സീറ്റൊക്കെ ഉണ്ട്. എന്നാ വായോ. സ്പെഷ്യൽ ബസ്സാണ്, പമ്പ സ്പെഷ്യലാണ്. വായോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നു, KSRTC. അവിടെ നിന്ന് വേറെ വണ്ടി പോകാം. സംഭവം ഇവിടെ നിന്ന് നല്ല തിരക്കായിരിക്കും. നല്ല രീതിക്ക് കിടന്ന് ഒന്ന് ഉറങ്ങാം. ചാലക്കുടി ബസ് സ്റ്റാൻഡ്. ചാലക്കുടി ബസ് സ്റ്റാൻഡ് ആയേട്ടാ.
തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മലപ്പുറം ചുറ്റിപ്പുറം നല്ല ട്രിക്ക്. ഏതാ ക്യാമറ വിടില്ലെന്ന വിചാരം. നമ്മള് കഴിച്ചിട്ട് പോയാലോ? എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മെമ്മറി കാർഡ് പെട്ടെന്നൊരു പോസ് ഞാനിപ്പോ തിരൂരെത്തിയാണെങ്കിൽ ഞാനിതാ വൈകുന്നേരം ഫ്രീ ആവുള്ളൂ. എനിക്കിപ്പോൾ വലിയ ഇതില്ല. നമ്മളെ വന്നിട്ട് ഇവിടെ തിരൂരിൽ നിന്ന് നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് കയറി എല്ലാവരും ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ കഴിച്ചു കേട്ടോ. ഇനി ഇവിടെ നേരെ മാസ്റ്ററുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ. കേക്ക് എടുക്കണം. കേക്ക് എടുത്തിട്ടാണ് മാസ്റ്ററുടെ വീട്ടിൽ പോകണം. പാട്ട് കോപ്പറേറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടോ. മാസ്റ്ററിന് പിറന്തനാൾ ഗിഫ്റ്റുമായിട്ട് നമ്മളിതാ കേക്ക് വാങ്ങാനായിട്ട് നമ്മുടെ ചെക്കൻ്റെ ഷോപ്പിനുള്ളിൽ പോയിട്ടുണ്ട്. ഇതിടയ്ക്ക് നമ്മുടെ സുഹൃത്ത് ഏകർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മൾ നെക്സ്റ്റൊക്കെ അകത്ത് നിന്നപ്പോഴാണ് പുള്ളി വന്നത്. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, പുള്ളിയുടെ എൻട്രി. ഇനി നാളെ രാവിലെയാണ്, പക്ഷെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉണ്ടേ ആര് പോയാ നമ്മൾ മൂന്നുപേരല്ലേ ഉള്ളത്? അതല്ല എന്തോ വാവ് എഴുതിച്ച് വലിയ ഗുണമില്ലെങ്കിലും സാധനം അടിപൊളിയാണ് തോന്നുന്നു. എടാ ഫോട്ടോ വെച്ചാടാ മറ്റേ. നമ്മൾ കുറച്ച് ആളുകളോട് വരാണ്ട് കേട്ടോ. അവർ കാറിലാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ ഒരു ഷോപ്പിൽ ഫ്രീസറിനകത്ത് കയറ്റി വെച്ചിരിക്കണം കേട്ടോ. അത്ര നേരം വാങ്ങിയതിന് ശേഷം പോലെ
നമ്മളിപ്പം ട്രെയിനിങ് സ്റ്റേറ്റ് സ്റ്റൺസ് നമ്മുടെ എന്താണ് ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. മാസ്റ്റർ അകത്തുണ്ട്. സംഭവം ആ മാസ്റ്ററിനെ അറിയത്തില്ല നമ്മൾ പുറത്തുള്ള കാര്യം. നമ്മൾ കുറച്ചുകൂടെ വരാനുണ്ട് കേട്ടോ. മാസ്റ്റർ അകത്ത് എന്തോ ചർച്ചയിലാണ്.